പുതിയ സിനിമ എന്ന് പറയുന്നത് സാധാരണ നമ്മളുടെ ഞാൻ ചെയ്തു പോകുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥത്തിലുള്ളൊരു സിനിമയാണ്. ഇതൊരു വളരെ നർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചറിൽ നിന്ന് കളവൊക്കെ നടത്തി ജീവിച്ചു പോകുന്ന രണ്ട് പേര് കളവില്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയും അവിടെ സംഭവിക്കുന്നവർക്കുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. നമ്മൾ കട്ടിട്ട് എങ്ങനെ കളവുകൊണ്ട് എന്ത് പ്രയോജനം, അല്ലെങ്കിൽ അത് എവിടെ നിലനിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നതിൻ്റെ ഒരു കഥയാണിത്. അതിപ്പോൾ എന്താ പറയുക, ഒരു വലിയ കഥയിലൂടെ അങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഒരു സസ്പെൻസ് കളയാൻ ഞാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകരിൽ ഇപ്പോൾ കുറേ ഇതിൽ പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ക്യാമറ ചെയ്യുന്ന ഷാൻ റഹ്മാൻ, തിരക്കഥാകൃത്ത് പ്രദീപ് മണ്ടൂര്, ആർട്ട് ഇന്ദുലാൽ, കോസ്റ്റ്യൂമിൽ സിന്ധു സപ്തവർണ്ണ, ഇങ്ങനെ പുതിയ കുറേ ആളുകളും, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ ഭരതനും വിനയ് ഫോർട്ടും ശ്രീരാമേട്ടനും മധുപാലും കൂടാതെ 100-ലധികം പുതിയ ആളുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതാണ്. നായികമാരായിട്ടുള്ള നവമി മുരളിയായാലും അപർണ ആയാലും ഒക്കെ പുതിയ കുട്ടികളാണ്. അങ്ങനെ വളരെ കുറേ ഏറെ സിനിമയ്ക്ക് പുതിയ ആളുകളെ ഈ സിനിമയിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സംഗീതം കൈകാര്യം ചെയ്യുന്നത് പുതിയ ആളാണ്. സുനിൽ PK എന്ന് പറയുന്ന ആളാണ് മ്യൂസിക് ചെയ്യുന്നത്. രാവുണ്ണിയും ഏട്ടനും മാധവി മേനോനാണ് പാട്ട് എഴുതുന്നത്. അഭിനയിക്കുന്ന പ്രധാന താരങ്ങളെന്ന് പറഞ്ഞാൽ ഈ 2 പേരാണ്. സിദ്ധാർത്ഥ് ഭരതനും വിനയ് ഫോർട്ടാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ്. ഇവരിലൂടെയാണ് കഥ നീങ്ങി പോകുന്നത്. തൃശ്ശൂരും മധ്യപ്രദേശിലായിട്ടാണ്. തൃശ്ശൂർ ഒരാഴ്ചയും അതിനുശേഷം മധ്യപ്രദേശിലെ ഒരു വില്ലേജിലാണ് ബാക്കി കഥ നടക്കുന്നത്. അല്ല, നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അത് ആളുകളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ മറ്റ് സിനിമകളൊക്കെ. അതും ഇതിൽ പറ്റും തോന്നുന്നു. പിന്നെ ഒരുപാട് കൂട്ടായ്മയിലൂടെയാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. ഇതിൽ സിനിമയ്ക്ക് ഇപ്പോൾ അജയ് K മേനോനുണ്ട് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട്. പിന്നെ ഒട്ടനവധി എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷനിലൂടെയാണ് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത്. ഷാൻ റഹ്മാൻ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന പ്രിയനന്ദൻ്റെ ചിത്രത്തിൻ്റെ ക്യാമറമാനാണ്. എൻ്റെ 2ാമത്തെ ചിത്രമാണിത്. ആദ്യം ഞാൻ വർക്ക് ചെയ്തത് CR നമ്പർ 89 എന്ന ചിത്രമാണ്. അതൊരു ചെറിയ ബഡ്ജറ്റ് ചിത്രമാണ്. ഈ മെയിൻ അത് റിലീസൊന്നും അങ്ങനെയില്ല, പക്ഷേ അത് ഒരുപാട് ഈ ഫെസ്റ്റിവൽസ് ഇതിലൊക്കെ കളിച്ചുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തിയേറ്റർ ഒരു ഇതിൽ ഫസ്റ്റ് സിനിമയാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. തൃശ്ശൂരും പിന്നെ മധ്യപ്രദേശിലാണ് ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ. പിന്നെ ഷ്യാംദത്ത് സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ സാറ് ഷ്യാംദത്താണ്. ഷ്യാംദത്തിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട്. ഷ്യാംദത്തിൻ്റെ കൂടെ ആയിട്ട് ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്നത്. ആദ്യത്തെ ചിത്രം വളരെ രസകരമായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള സൗഹൃദങ്ങളിലുണ്ടായിട്ടുള്ളതാണ് ആദ്യ ചിത്രം. അത് എന്താ പറയുക, പൈസ വളരെ ലോ ബഡ്ജറ്റിൽ 7.5 ലക്ഷം രൂപക്കാണ് നമ്മൾ ആ സിനിമ നിർമ്മിച്ചത്. ഫൈനലി നമ്മളത് DI കഴിഞ്ഞ് വന്ന് ഈ ഫുൾ സിങ്കായത് 7.5 ലക്ഷം രൂപക്കാണ്. അത് അങ്ങനത്തെ ഒരു വലിയ കൂട്ടായ്മയിൽ നിന്നാണ് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി ലൊക്കേഷനിൽ കൊണ്ടുപോയി. അടുത്ത ഒരു പുതിയ സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടുപോയി. അങ്ങനെ വേറെ പുറത്തൊന്നും സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആരുമില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ള സിനിമയെന്ന്. ബാക്കിയെല്ലാം കുറേ ചെറുപ്പക്കാർ കൂടി ചെയ്ത ചിത്രമാണ്. സുദേവൻ്റെ ക്രൈം നമ്പർ 8 വളരെ സന്തോഷമുണ്ട് പ്രിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. വളരെ കുറേ നാളായിട്ടുള്ള സൗഹൃദമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ചിത്രം. ഞങ്ങളുടെ ഒരുപാട് ചർച്ചകളും ഒരുപാട് നാളത്തെ സൗഹൃദമാണ് ഈ സിനിമയിൽ എത്തിച്ചത്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ ഞാൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മദനൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. പ്രിയേട്ടനാണ്, ശ്രീ പ്രിയാനന്ദനാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിങ്, ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ സിനിമകളിലൊന്നും കാണാത്ത ഒരു ക്യാൻവാസ്, അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഭയങ്കര ഹ്യൂമറസും ഭയങ്കര ഒരു പൊളിറ്റിക്കൽ സറ്റയറുമാണ്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള പ്രിയാന്തനൻ സംവിധാനം ചെയ്യുന്ന ഈ ഫിലിമിൽ ഇതിൻ്റെ പ്രാഥമികമായിട്ട് ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത്, ഫിലിം ഉണ്ടാക്കാനുള്ള ആലോചനകളൊക്കെ നടക്കുന്ന സമയത്ത് പ്രിയൻ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇതിൽ ഞാനൊരു ചെറിയൊരു വേഷമാണ് ചെയ്യുന്നത്, ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ വേഷമാണ്. സ്ഥിരമായി ഇതിലെ 2 പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ദമനനും മദനനും രണ്ടുപേരുടെയും ബൈക്കൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നൊരു വർക്ക്ഷോപ്പുകാരാണ്. അപ്പോൾ അവരെ കുറച്ചൊക്കെ അറിയാം. ഞങ്ങൾ വളരെ ചെറിയൊരു ആക്ടാണ് ഞാനിതിൽ ചെയ്യുന്നത്. പക്ഷേ എല്ലാ അർത്ഥത്തിലും പ്രിയൻ്റെ വർക്കുകളോട് എപ്പോഴും നന്നാവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്നുള്ള ടൈറ്റിൽ പോലെ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു സമയമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് നല്ല ഒരു ക്രൂ ആയിരുന്നു അത് വർക്ക് ചെയ്തിരുന്നത്. അതിലുള്ള എല്ലാ ആൾക്കാരും, അത് എഴുതിയിട്ടുള്ള ആളും സമീർ താഹിർ എന്ന് പറഞ്ഞ എൻ്റെ ഡയറക്ടർ, ദുൽഖർ സൽമാൻ, സണി വെയിൻ, എല്ലാവരുമായിട്ട് വളരെ എന്താ പറയുക, ഒരു ഒറ്റ ക്രൂ ആയി ഒരു ഗ്രൂപ്പായിട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപക്ഷെ ഞാൻ പല സിനിമകളിലും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആളുകൾ തിരിച്ചറിയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു. എനിക്ക് യങ്സ്റ്റേഴ്സായിട്ടുള്ള ആളുകളുടെ ഒരുപാട് തരത്തിലുള്ള എന്താ പറയുക പ്രശംസയും കിട്ടിയിട്ടുണ്ട്. ഒരു യങ് ഗ്രൂപ്പിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു സിനിമയായിരുന്നു നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. അതിലത്തെ എൻ്റെ വേഷത്തിനും നല്ല പ്രത്യേകത ഉണ്ടായിരുന്നു തോന്നുന്നു. ആളുകൾ ഇഷ്ടപ്പെടാറുണ്ട്. എനിക്ക് സിനിമ താരതമ്യേന അത്രയും എളുപ്പമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് റിസ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പക്ഷേ സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകളുടെ കൂടെയും ഫിലിമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സൗകര്യവും അതിൻ്റെ ഈ സൗഹൃദങ്ങളുടെ പേരിലുള്ളൊരു എന്താ പറയുക ഒരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ എനിക്കത്ര കംഫർട്ടബിൾ അല്ല. നാടകം ചെയ്യുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ ആനന്ദകരമാവാറ്. പക്ഷേ അതേസമയം തന്നെ നാടകത്തിന് അങ്ങനെ എന്നോടൊരിക്കലും ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചു, നിങ്ങൾ എത്ര നാളായി നാടകം ചെയ്യാൻ തുടങ്ങി? ഞാൻ ഒരു 25 വർഷമൊക്കെ ആയിട്ടുണ്ട് നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എത്ര ദിവസമായിരുന്നു അതിൻ്റെ ഷൂട്ട് എന്നാണ്? അത് 5 ദിവസമായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഒരു 5 ദിവസം ഷൂട്ടും 2 ദിവസം ഈ ഒരു ഡബിങ്ങുമായിട്ടുള്ള ആ ഡ്യൂറേഷനിൽ വരുന്ന ആ ദിവസങ്ങളെ കൊണ്ട് ഞാൻ അനേകം ആളുകളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരാളായി മാറുന്നു പറഞ്ഞ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് എന്തായാലും അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു പ്രശസ്തി, ആളുകൾ തരുന്ന ഒരു അംഗീകാരം വളരെ സന്തോഷമുണ്ട്.